ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആരതിയുടെ ആകാശിൻ്റെയും കല്യാണം ആകാശിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സമ്മതത്തോടു കൂടി നല്ല രീതിക്ക് നടത്താൻ വേണ്ടി പോവാണ്. അതായത് താലികെട്ട് ഒന്നുകൂടി നടത്തുകയാണ് അവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആകാശിൻ്റെ അച്ഛനും അമ്മയും എത്തിയ സമയത്ത് സിദ്ധു തന്നെയാണ് ആകാശിന് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടെ അവരെ സ്വീകരിച്ചിട്ട് അകത്തേക്ക് ക്ഷണിക്കുകയാണ്. കൂടുതലായിട്ട് ആരും വന്നിട്ടില്ല, അവൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, പിന്നെ ആരതിയുടെ വീട്ടുകാരും മാത്രം. അപ്പോൾ എല്ലാവരും അകത്ത് വന്നിട്ട് അവർ പരസ്പരം ഔപചാരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. എല്ലാവർക്കും സുഖവിവരങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. അതിനുശേഷം പിന്നെ ആരതി അന്വേഷിക്കുമ്പോൾ ആരതിയും കൂട്ടിയിട്ടാണ് ചന്ദ്രിക വരുന്നത്. ആരതി വന്ന സമയത്ത് മുത്തശ്ശനാണ് പറയുന്നത് ആകാശിൻ്റെ അച്ഛനും അമ്മയുടെയും കാൽക്കൽ വീണിട്ട് അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അവരുടെ രണ്ടുപേരുടെയും കാല് തൊട്ട് തൊഴുന്ന സമയത്ത് ആകാശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, 100 വർഷം ആകാശിൻ്റെ കൂടെ ഒരു കുറവുകളും ഒരു വിഷമവും ഇല്ലാതെ നീ സന്തോഷത്തോടെ ജീവിക്കണം. ആകാശിൻ്റെ അമ്മയാണെങ്കിൽ അവരുടെ കയ്യിലൊരു താലം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫ്രൂട്ട്സും അതുപോലെ തന്നെ എന്താ പറയുക, ജാസ്മിൻ ഫ്ലവറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു താലാണ്. അപ്പോൾ ആരതി അനുഗ്രഹിച്ചതിന് ശേഷം അത് അവൾക്ക് കൊടുത്തുകൊണ്ട് പറയാണ്, ഇത് നിനക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കടമയാണ്. ആരതി അത് വാങ്ങിയിട്ട് ആ ഒരു ഇതിൽ വെക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം കൂടി വന്ന 2-3 സ്ത്രീകളൊക്കെ പറയുന്നുണ്ട്, നല്ല നേരം കഴിയുന്നതിന് മുൻപ്, മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് താലിയെ പിരിക്കുന്ന ആ ഒരു ഇത് നടത്താമെന്ന്. അപ്പോൾ ലക്ഷ്മിയും പറയാണ്, വേഗം തന്നെ നമുക്കത് ചെയ്യാം. അപ്പോൾ ലക്ഷ്മി ആരതിയോടും കൂടെ അവിടെ ഇരിക്കാൻ പറയാണ്. ആകാശിന് ഓപ്പോസിറ്റായിട്ട് ആരതിയും ആ ഒരു ചെറിയ മണ്ഡപം പോലെ ഒരുക്കിയിരിക്കുന്ന ആ ഒരു വിളക്കിന് മുന്നിലായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടെ നിന്നൊരു സ്ത്രീ വന്നിട്ട് വേറൊരു താലിച്ചരട്, മഞ്ഞച്ചരട് ആരതിയുടെ കഴുത്തിൽ അണിഞ്ഞതിന് ശേഷം അവളുടെ കഴുത്തിൽ ആകാശ് കെട്ടിയ താലി അഴിക്കുകയാണ്. അവരുടെ ആ ഒരു പവിത്രത അനുസരിച്ച് താലി കഴുത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം താലി കഴുത്തിൽ നിന്നൊരു സ്ത്രീ അഴിച്ചു മാറ്റാൻ പാടില്ല. അപ്പോൾ ആ ഒരു താലി അഴിച്ച് കൊണ്ടുവന്ന സമയത്ത്, ആ ഒരു ചരട് കൊണ്ടുവന്ന സമയത്ത് ആകാശിൻ്റെ അമ്മ പറയുന്നുണ്ട്, അവരതിലേക്ക് ചേർക്കാനുള്ള എല്ലാ സാധനങ്ങളും അവരുടെ അനുഗ്രഹത്തോടു കൂടി ഉള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി ആ ഒരു താലിച്ചരട് ഇങ്ങനെ അവരുടെ ഒരു ആചാരപ്രകാരം ആ താലിച്ചരടിലേക്ക് എന്തൊക്കെയോ ചേർത്ത് കെട്ടുകയാണ്. ആ 2 സ്ത്രീകൾ അതിനായിട്ട് വന്നതാണെന്നാണ് തോന്നുന്നത്. അവരാണ് ആ ഒരു താലി പിരിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അത് ചേർത്ത് കെട്ടിക്കൊടുക്കുന്നത്. എല്ലാവരും സന്തോഷത്തോടു കൂടി പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു കുടുംബത്തിലേക്ക് പറ്റുന്ന നല്ലൊരു ഗാനമൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം ചന്ദ്രിക ആകാശിനോട് പറയുന്നുണ്ട്, അന്ന് നീ ആരതിയുടെ കഴുത്തിൽ താലി കെട്ടുന്നത് കാണാൻ നിൽക്കാതെ ദേഷ്യം കൊണ്ട് നിൻ്റെ അച്ഛനും അമ്മയും അവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവർ മനസ്സ് നിറയെ സന്തോഷത്തോടു കൂടി നിങ്ങളെ രണ്ടുപേരെയും സ്വീകരിച്ചിരിക്കുകയാണ്. അവരുടെ രണ്ടുപേരുടെയും അനുഗ്രഹത്തോടു കൂടി ഈ ഒരു താലിമാല വീണ്ടും ആരതിയുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുക്കണം. ആ ഒരു താലിച്ചരടിൻ്റെ മുഴുവൻ പണികളും കഴിഞ്ഞതിന് ശേഷം ചന്ദ്രിക തന്നെയാണ് അത് കൊണ്ടുപോയിട്ട് ആകാശിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുകയാണ്. അവർ രണ്ടുപേരും അത് കണ്ണിൽ തൊട്ട് തൊഴുന്നുണ്ട്. അതിനുശേഷം ബാക്കി അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ചന്ദ്രിക അനുഗ്രഹം വാങ്ങിക്കുകയാണ് ആ ഒരു താലിച്ചരട് കാണിച്ചുകൊണ്ട്. അതിനുശേഷം സിദ്ധാർത്ഥാണ് എല്ലാവർക്കും മധുരം വിളമ്പുന്നത്. പിന്നീട് എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ട് ആരതിയുടെ ആകാശിൻ്റെയും ആ ഒരു വീണ്ടും കല്യാണം നടത്താൻ വേണ്ടി പോവാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ, ചന്ദ്രിക വീണ്ടും ആരതിയുടെ ആകാശിൻ്റെയും കല്യാണം നടത്തി കൊടുക്കുകയാണല്ലോ. അങ്ങനെ എല്ലാവരെയും സാക്ഷി നിർത്തിയിട്ട് ആകാശ് വീണ്ടും ആരതിയുടെ കഴുത്തിൽ ആ ഒരു താലിമാല അണിഞ്ഞു കൊടുക്കുകയാണ്. അവരുടെ ആചാരപ്രകാരം ആ താലിയിൽ ചേർക്കേണ്ട എല്ലാ കാര്യങ്ങളും അവർ വീണ്ടും കെട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും മനസ്സ് നിറഞ്ഞത് അവരനുഗ്രഹിക്കുകയും ചെയ്യാണ്. ജാനകിക്ക് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അതുപോലെ ആരതിക്കും ആകാശനാണെങ്കിൽ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട്. അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹത്തോടു കൂടിയാണല്ലോ ഇത്തവണ കല്യാണം നടന്നിരിക്കുന്നത്. ആകാശ് താലി കെട്ടിയതിനു ശേഷം ആദ്യം കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു മഞ്ഞച്ചരട് ആ സ്ത്രീ എടുത്ത് മാറ്റുകയാണ്. പിന്നീട് ചന്ദ്രിക തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത് മുതിർന്ന ആളുകളുടെ നിന്ന് അനുഗ്രഹം വഹിക്കാൻ വേണ്ടിയിട്ട്. ആദ്യം മുത്തശ്ശൻ്റെയും പിന്നീട് ജാനകിയുടെയും അത് കഴിഞ്ഞ് മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും അവസാനമായിട്ട് ആകാശിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. സിദ്ധുവിൻ്റെ അടുത്ത് പോയപ്പോൾ സിദ്ധു തമാശയാക്കുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ആരതി ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രിക, നീ ഞങ്ങൾക്ക് ചെയ്തു തന്ന ഈ ഒരു ഉപകാരം ജീവനുള്ളിടത്തോളം കാലം ഞാനും ആകാശവും മറക്കുകയില്ല ചന്ദ്രിക. എല്ലാവർക്കും അത് കേട്ടപ്പോൾ വല്ലാതെ കണ്ണ് നിറയാണ്. കാരണം ആദ്യം തന്നെ ആരതിയുടെ ഇഷ്ടപ്രകാരം ആകാശിൻ്റെ കൂടെ അവളെ ചേർത്ത് വെച്ചതും ചന്ദ്രിക തന്നെയാണ്. ഇപ്പോൾ രണ്ടാമത് വീണ്ടും ആരതിയുടെ കല്യാണം എല്ലാവരുടെയും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടു കൂടി നടത്തി കൊടുത്തതും ചന്ദ്രികയാണ്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ സ്നേഹത്തോടെ അവളോട് പറയുന്നുണ്ട്, എന്തിനാ ആരതി ഇതിനൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്? നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതാണ് ഞങ്ങൾക്ക് സന്തോഷം. എല്ലാവരും അത് കേട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ആകാശിൻ്റെ അച്ഛൻ മഹേന്ദ്രനോടായിട്ടൊക്കെ ആയിട്ട് പറയാണ്, നിങ്ങളുടെ കുടുംബത്തിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാതെയാണ് ഞങ്ങൾ തെറ്റായിട്ടുള്ള ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു പോയത്. അത് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ പോലും എനിക്ക് വല്ലാതെ സങ്കടം തോന്നുവാണ്.
എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് അയാൾ കൈകൂപ്പി നിൽക്കുകയാണ്. അത് കേട്ടപ്പോൾ എല്ലാവർക്കും വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട്. ആകാശിനും സങ്കടം തോന്നാണ്. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ സഹോദരിയുടെ ഭർത്താവ് ചെയ്ത തെറ്റിന് അയാളുടെ മോൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവള് ചെറിയ കുട്ടിയാണ്. അവളെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളും അവളെ അങ്ങനെ തന്നെ നോക്കണം. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഞങ്ങൾ ആരതിക്ക് ഒരു കുറവും ഉണ്ടാക്കില്ല. ഇന്ന് എൻ്റെ മകൻ ജീവനോടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആരതിയാണ്. അന്ന് ആരതി കൃത്യമായ ആ സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ആകാശ് ജീവനോടെ ഉണ്ടാകുമായിരുന്നില്ല. ആരതിയെയും ആകാശിനെയും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നു. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതം വേണം. അപ്പോൾ മുത്തശ്ശനാണ് പറയുന്നത്, എന്ന് ആകാശ് ആരതിയുടെ കഴുത്തിൽ താലി കെട്ടിയോ അന്ന് മുതൽ ആരതി നിങ്ങളുടെ വീട്ടിലെ മരുമകളായി കഴിഞ്ഞു. അവള് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതാണ് ഞങ്ങൾക്കും അഭിമാനം, നിങ്ങൾക്കും അഭിമാനം. അത് കേട്ടപ്പോൾ ആകാശിൻ്റെ അച്ഛനും അമ്മയും പരസ്പരം സന്തോഷത്തോടെ നോക്കി പുഞ്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് പൂർണ്ണ സമ്മതത്തോടു കൂടി ഞങ്ങൾ ആരതിയെ വിട്ടു തന്നിരിക്കുന്നു. അപ്പോൾ ആകാശിൻ്റെ അച്ഛനോട് അമ്മ പറയുകയാണ്, നല്ല സമയം കഴിയുന്നതിന് മുമ്പ് നമുക്ക് ആരതിയെയും കൂട്ടിയിട്ട് ആകാശിനെയും കൂട്ടിയിട്ട് ഇവിടുന്ന് പോവാം. ആ ശരി, അയാൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ ജാനകിയുടെ ഉള്ളിങ്ങനെ പിടക്കാൻ തുടങ്ങുകയാണ്. കാരണം തൻ്റെ മകൾ അവിടെ നിന്ന് പോവുകയാണെന്ന് അവർക്ക് ഓർക്കാൻ കൂടി പറ്റുന്നില്ല. അപ്പോൾ ചന്ദ്രിക ആരതിയോട് ചോദിക്കുന്നുണ്ട്, ആരതി നിന്റെ ലഗേജൊക്കെ പാക്ക് ചെയ്ത് വെച്ചതാണോ? ആ, അതൊക്കെ ഞാൻ ഇന്നലെ തന്നെ വെച്ചിട്ടുണ്ട്, ആരതിയും പറയാണ്. ശരി വാ ആകാശ്, ആരതി നമുക്ക് ലഗേജൊക്കെ എടുക്കാം എന്ന് പറഞ്ഞിട്ട് സിദ്ധുവും ചന്ദ്രികയും കൂടി അവരെ കൂട്ടിയിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആരതി അവർക്കൊപ്പം പോകുന്ന സമയത്തൊക്കെ ജാനകി ഇങ്ങനെ വല്ലാത്ത വിഷമത്തോടു കൂടിയാണ് ഇരിക്കുന്നത്. അവർ ലഗേജൊക്കെ എടുത്ത് താഴത്തേക്ക് വന്നപ്പോഴേക്കും അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. ആരതി ആദ്യം തന്നെ അമ്മയുടെ അടുത്തേക്കാണ് വരുന്നത്. അവൾ അമ്മയെ കെട്ടിപ്പിടിച്ചപ്പോഴേക്കും ജാനകി പൊട്ടിക്കരയാണ്. അമ്മ പോയിട്ട് വരാം അമ്മ, ശ്രദ്ധയോടെ പോണം മോളെ എന്നൊക്കെ ജാനകിയും പറയുന്നുണ്ട്. അവർക്ക് അവരുടെ കരച്ചിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അപ്പം ആരതിയും പറയാണ്, അമ്മ എന്തിനാ അമ്മ കരയുന്നത്? കരയല്ലേ അമ്മ? 25 വർഷത്തിനിടയ്ക്ക് ഒരു ദിവസം പോലും നിന്നെ വിട്ടിട്ട് ഞാൻ നിന്നിട്ടില്ല. ഇനി എങ്ങനെയാ നീ ഇല്ലാതെ ജീവിക്കാന്ന് എനിക്കറിയില്ല. ജാനകിക്ക് ആരതിയെ വിട്ട് പിരിയാനാവുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല ആകാശിൻ്റെ അമ്മയോട് പറയുന്നുണ്ട്, എൻ്റെ മോളെ നന്നായിട്ട് നോക്കണമെന്ന്. നിങ്ങളുടെ മകളെ എൻ്റെ മകളെ പോലെ തന്നെ ഞാൻ നോക്കുന്നു അവരും വാക്ക് കൊടുക്കുകയാണ്. ജാനകി കരയുന്നത് കണ്ടപ്പോൾ മഹേന്ദ്രനെ ആശ്വസിപ്പിക്കുകയാണ്. ജാനകി, പെണ്ണായി ജനിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം എന്തായാലും ഭർത്താവിൻ്റെ വീട്ടിൽ പോയല്ലേ തീരൂ. അത് എഴുതപ്പെടാത്തൊരു വിധിയാണ്. ആരതി സന്തോഷത്തോടു കൂടി അവളുടെ ജീവിതം തുടങ്ങട്ടെ. നീ കരയല്ലേ ജാനകി. അപ്പോൾ ജാനകി കണ്ണീര് തുടക്കുകയാണ്. പക്ഷെ സിദ്ധാർത്ഥിനും ആരതി പോകുന്നതിനെ ആലോചിക്കും തോറും വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. പിന്നീട് സിദ്ധാർത്ഥിനോടാണ് യാത്ര ചോദിക്കുന്നത്. സിദ്ധു പോയിട്ട് വരാം. അപ്പോൾ സിദ്ധു അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയാണ്, ശ്രദ്ധയോടെ പോയിട്ട് വാ. നിനക്ക് എപ്പോൾ വീട്ടിലേക്ക് വരണമെന്ന് തോന്നുന്നോ അപ്പോൾ നീ എനിക്കൊരു കോള് മാത്രം ചെയ്താൽ മതി. ഞാൻ തന്നെ നേരിട്ട് വന്ന് നിന്നെ കൂട്ടിയിട്ട് വരും. ഓക്കെ? ശരി സിദ്ധു. ശേഷം ചന്ദ്രികയുടെ അടുത്തേക്ക് പോയിട്ട് അവളെയും കെട്ടിപ്പിടിക്കുകയാണ്. അവളെ കെട്ടിപ്പിടിച്ചപ്പോൾ തന്നെ രണ്ടുപേരും കരയുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവരുടെ ആ ഒരു സ്നേഹം കണ്ടപ്പോൾ മറ്റുള്ളവർക്കും സങ്കടമാവുകയാണ്. പോയിട്ട് വരാൻ ചന്ദ്രിക. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, നീ ഉള്ളപ്പോൾ വീട്ടിലൊരു കലവിലെ ശബ്ദമൊക്കെ ഉണ്ടായിരുന്നു. നീ ഇല്ലാതെ ഈ വീടിൻ്റെ അവസ്ഥ എന്താവുമെന്ന് എനിക്കറിയില്ല. ചന്ദ്രികയുടെ ഉള്ളും വിങ്ങുകയാണ്. അതുപോലെ തന്നെ ആരതി പോകുന്നത് ആലോചിക്കും തോറും എല്ലാവർക്കും സങ്കടമുണ്ട്. ആ വീട്ടിൻ്റെ ഒരു ശബ്ദം തന്നെ ആരതിയാണ്. പിന്നീട് മഹേന്ദ്രനോടും ലക്ഷ്മിയോടുമാണ് കെട്ടിപ്പിടിച്ചിട്ട് യാത്ര ചോദിക്കുന്നത്. ലക്ഷ്മി പറയുന്നുണ്ട്, നീ ആഗ്രഹിച്ച ജീവിതമാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നീ സന്തോഷത്തോടു കൂടി ജീവിക്കണം. മുത്തശ്ശ പോയിട്ട് വരാം. പിന്നീട് മുത്തശ്ശൻ്റെ അടുത്തേക്ക് പോയപ്പോൾ അദ്ദേഹം അവളെ ചേർത്ത് പിടിച്ച് പറയാണ്, ആരതി മോളുള്ളിടത്തോളം കാലം ഈ വീട്ടിൽ ശബ്ദവും ഒച്ചപ്പാടിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് കേട്ടതും എൻ്റെ മനസ്സിന് തന്നെ വല്ലാത്ത ഭാരം തോന്നുന്നു മോളെ. എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ മഹേന്ദ്രനാണ് എല്ലാവരെയും സമാധാനിപ്പിക്കുന്നത്. അച്ഛാ, അവളെന്താ വിദേശത്തേക്ക് മറ്റോ ആണോ പോകുന്നത്? ഇവിടെ നിന്നും വെറും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അവൾക്ക് എപ്പോൾ കാണണമെന്ന് തോന്നുമ്പോൾ അപ്പം ഇങ്ങോട്ടേക്ക് വരാം. ഇനി നമുക്ക് ആർക്കെങ്കിലും അവളെ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും അങ്ങോട്ട് പോയിട്ട് അവളെ കാണാം. അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനമായത്. എന്തിനാച്ചാ വെറുതെ വേദനിക്കുന്നത്? ശരി മോനെ, എനിക്കറിയാം എന്ന് അദ്ദേഹവും ചിരിച്ചുകൊണ്ട് പറയാണ്. ആകാശും എല്ലാവരോടും യാത്ര ചോദിച്ചിട്ട് രണ്ടുപേരും പുറത്തിറങ്ങുകയാണ്. എല്ലാവരും അവർക്ക് പിന്നാലെ വരുന്നുണ്ട്. ബാഗ് ആകാശിൻ്റെ അമ്മ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട് വേണ്ടാന്ന്. അങ്ങനെ സിദ്ധുവും ചന്ദ്രികയും ചേർന്നിട്ട് തന്നെയാണ് ബാഗ് കൊണ്ടുപോകുന്നത്, അവരുടെ ലഗേജുകളൊക്കെ. അപ്പോൾ പുറത്തെത്തിയ സമയത്ത് ആരതി ബാഗിന് ചോദിച്ചപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട് ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. അല്ലല്ല, ഒരു നിമിഷം എന്ന് പറഞ്ഞിട്ട് ആരതി വീണ്ടും ആ ബാഗ് ചോദിക്കുകയാണ്. എന്നിട്ട് അത് തുറന്നിട്ട് അതിൽ നിന്ന് ഒരു ചെറിയ ഗിഫ്റ്റ് എടുത്തിട്ട് മലറിന് കൊടുക്കുകയാണ്. മലറിൻ്റെ അടുത്ത് അവിടെ മുട്ടുകുത്തിയിരുന്നിട്ട് മലറിനോട് പറയുന്നുണ്ട്, മലർ ഇത് അമ്മായിയുടെ വക മോക്കുള്ള ചെറിയൊരു ഗിഫ്റ്റാണ്. താങ്ക് യു അമ്മായി എന്ന് പറഞ്ഞിട്ട് മലർ അവളുടെ കവിളിൽ കിസ് ചെയ്യുന്നുണ്ട്.
വീണ്ടും എല്ലാവരോടും ഒന്നുകൂടി യാത്ര ചോദിച്ചിട്ട് ആരതി കാറിൻ്റെ അടുത്തേക്ക് പോവാണ്. സിദ്ധാർത്ഥിനൊക്കെ മനസ്സിങ്ങനെ വിങ്ങുന്നുണ്ടായിരുന്നു. ആരതിക്കും അവിടെ നിന്ന് പോകുന്നത് ഓർത്തപ്പോൾ സഹിക്കാനാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാവർക്കും ഒപ്പം ആരതിയും കാറിൽ കയറുകയാണ്. എല്ലാവരും നോക്കി നിൽക്കെ ആരതി എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് കാറ് പോവാണ്. ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ആ ഒരു ഫീൽ ചെയ്യുന്നൊരു സോങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു. ആരതി പോയതിനു ശേഷം സിദ്ധാർത്ഥാണെങ്കിൽ കണ്ണ് നിറഞ്ഞത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ നിൽക്കാതെ വേഗം അകത്തേക്കാണ് പോകുന്നത്. അതുപോലെ ജാനകിയും സങ്കടത്തോടെ നിന്നപ്പോൾ ലക്ഷ്മി സമാധാനിപ്പിക്കുന്നുണ്ട്. നീ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജീവിതമാണ് നിന്റെ മകൾക്ക് കിട്ടിയിരിക്കുന്നത്, കരയരുതെന്നൊക്കെ. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ ജാനകി ആശ്വസിപ്പിക്കാൻ നിൽക്കാതെ വേഗം തന്നെ സിദ്ധുവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അവൾ ചെല്ലുന്ന സമയത്ത് സിദ്ധാർത്ഥ ടെറസിൻ്റെ മുകളിൽ ഇരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രിക അവിടെ അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. സാറ് കരയുവാണോ? സിദ്ധു കരയുന്ന കണ്ടത് കൊണ്ട് തന്നെയാണ് ചന്ദ്രിക ചോദിക്കുന്നത്. അവൻ മറുപടി ഒന്നും പറയാതെ കണ്ണു തുടക്കുവാണ്. ഒരുപാട് ഇമോഷണലായെന്ന് തോന്നുന്നു ഇവിടെ വന്ന് ഇരുന്ന് കരയുന്നത്. ഏയ്, ഞാൻ കരഞ്ഞൊന്നുമില്ലല്ലോ. സിദ്ധു അവൾ കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ചിരിച്ചുകൊണ്ട് ചന്ദ്രിക പറയുന്നുണ്ട്, കരയുന്നതിൽ തെറ്റൊന്നുമില്ല സർ. 25 വർഷമായിട്ട് സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂടപ്പിറപ്പാണ്. പെട്ടെന്നൊരു ദിവസം അവൾ പോകുമ്പോൾ കരച്ചിൽ വരിക തന്നെ ചെയ്യും, കരയുക തന്നെ വേണം. കരഞ്ഞിട്ടില്ലെങ്കിലാണ് അത് തെറ്റ്. നിങ്ങളെ രണ്ടുപേരുടെ ഈ ഒരു സ്നേഹം കാണുമ്പോൾ എനിക്ക് എത്രത്തോളം സന്തോഷം തോന്നുന്നുണ്ടെന്നറിയോ? എനിക്കും ഇതുപോലെ സ്നേഹിക്കാൻ ഒരു ഏട്ടനില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുവാണ്. ചന്ദ്രിക സിദ്ധുവിനെ സമാധാനിപ്പിക്കുകയാണ്. അതിനി എന്ത് ചെയ്യാനാ? ആരതി പോകുമ്പോൾ കരയാൻ വേണ്ടി അവൾക്ക് ഇതുപോലെ സ്നേഹമുള്ളൊരു ഏട്ടനുണ്ട്. എനിക്കാണെങ്കിൽ ഏട്ടനും ഇല്ല. ആരതിയുടെയും അവളുടെ ഏട്ടൻ്റെയും സ്നേഹം കാണുമ്പോൾ എനിക്ക് സത്യമായിട്ട് തോന്നുന്നുണ്ട് ആരതി ഭാഗ്യം ചെയ്ത കുട്ടിയാണെന്ന്. അപ്പോൾ സിദ്ധുവും പുഞ്ചിരിക്കുകയാണ്. എനിക്ക് ഏട്ടനില്ലാത്തതൊരു കുറവായിട്ട് ഇപ്പോഴാണ് തോന്നുന്നത്. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രിക, എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാം ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് കിട്ടിയത് വെച്ച് ജീവിതത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ജീവിതം. അത് കേട്ടപ്പോൾ ചന്ദ്രികയെ പുഞ്ചിരിക്കുകയാണ്. അതല്ല, ഒരുപാട് നന്ദിയുണ്ട് ചന്ദ്രിക. എന്തിനാ സർ? ചന്ദ്രികയ്ക്ക് മനസ്സിലായില്ല. സർ എന്തിനാ ഇപ്പം എന്നോട് നന്ദി പറയുന്നത്? അത് പിന്നെ ആരതിയോട് ഞാനും അമ്മയും ഈ കല്യാണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നീ മാത്രമാണ് എല്ലാ എതിർപ്പുകളെയും മറികടന്ന് വിശ്വാസത്തോടു കൂടി ആരതിയെയും ആകാശിനെയും തമ്മിൽ ചേർത്ത് വെച്ചത്. അത് കേട്ടപ്പോൾ ചന്ദ്രിക പുഞ്ചിരിക്കുകയാണ്. അതുമാത്രമല്ല, അതിനുശേഷവും ആരതിയുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം അവരെ ചേർക്കാൻ വേണ്ടി നീ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നിന്റെ പിഴാതെയുള്ള പരിശ്രമം കൊണ്ടാണ് ഇന്ന് ആരതി ആകാശിൻ്റെ വീട്ടിൽ നല്ല രീതിയിൽ എത്തിച്ചേർന്നത്. അതുമാത്രമല്ല, ഞാൻ പോലും ഈ ഒരു കാര്യത്തിൽ തോറ്റുപോയെന്ന് തന്നെ പറയണം. എന്നാൽ നീ ഈ ഒരു കാര്യത്തിൽ വിജയിച്ചു ചന്ദ്രിക. സർ, ആരതി എൻ്റെ അമ്മായിയുടെ മകളാണ്. അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യാതെ പിന്നെ വേറെ ആരാ ചെയ്യുക? നിങ്ങൾ താഴേക്ക് വാ സർ, വാ പോവാം. ചന്ദ്രിക, ഒരു നിമിഷം. ചന്ദ്രിക തിരിഞ്ഞു നടപ്പോൾ സിദ്ധു വിളിക്കുകയാണ്. എന്താ സർ? അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ഒന്നുമില്ല. ആരതി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾ കരഞ്ഞല്ലോ. അതുപോലെ നമ്മുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലെ കരഞ്ഞിട്ടാണോ വരിക? അത് കേട്ടപ്പോൾ ചന്ദ്രിക പൊട്ടിച്ചിരിക്കുകയാണ്. ആ, അതെ അതെ, സാറിൻ്റെ വീടും എൻ്റെ വീടും വേറെ വേറെ ഗ്രാമത്തിലാണല്ലോ ഉള്ളത്. ഞാൻ കരഞ്ഞുകൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അത് കേട്ട് സിദ്ധുവും പൊട്ടിച്ചിരിക്കുകയാണ്. നമ്മൾ രണ്ടുപേരും ഒരു വീട്ടിൽ തന്നെയല്ലേ സാർ ഉള്ളത്? താഴേക്ക് വാ സർ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക താഴേക്ക് പോവുകയാണ്. സിദ്ധു ആണെങ്കിൽ അവളെക്കുറിച്ച് ആലോചിച്ച് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം മേഘയാണെങ്കിൽ ഒരു വീട്ടിൽ വന്ന് കയറിയിരിക്കുകയാണ്. അവളിങ്ങനെ ഭയന്നാണ് വന്ന് കയറിയിരിക്കുന്നത്. അകത്തെത്തിയ സമയത്ത് അവൾ സ്വാമി എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പയ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ കാര്യം? ആരെയാ കാണേണ്ടത്? എനിക്ക് സ്വാമിയെ കാണണം. നിങ്ങളുടെ പേരെന്താ? മേഘ. ഒരു നിമിഷം കാത്തു നിൽക്കൂ, ഞാൻ പോയി അദ്ദേഹത്തോട് പറഞ്ഞിട്ട് വരാം. ശരി എന്ന് പറഞ്ഞിട്ട് മേഘ അവിടെ സോഫയിൽ വിശ്രമിക്കാനിരിക്കുകയാണ്. അതേസമയം മേഘ കാണാൻ വന്ന സ്വാമി ഒരു പൂജയിലാണ് ഉണ്ടായിരുന്നത്. അയാൾ കണ്ണുകളൊക്കെ അടച്ചിങ്ങനെ മന്ത്രമൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പയ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, സ്വാമി, നിങ്ങളെ കാണാൻ വേണ്ടി മേഘ എന്നൊരാൾ വന്നിട്ടുണ്ട്, വരാൻ പറയൂ. അയാൾ കൈകൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ പയ്യൻ പുറത്തു പോയിട്ട് മേഘയോട് പറയുന്നുണ്ട്, നിങ്ങളോട് അകത്തേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞിട്ട് മേഘ അകത്തേക്ക് പോവുകയാണ്. മേഘ സ്വാമിയുടെ പൂജാമുറിയിൽ എത്തിയ സമയത്ത് അവിടെ ഒരുപാട് സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം കാര്യങ്ങളൊക്കെ ഈ കുതന്ത്രങ്ങളും എന്താ പറയുക കൂടോത്രങ്ങളും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ്. ഒരു പാവയും അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മേഘ ഇങ്ങനെ അതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മേഘയാണെങ്കിൽ അയാൾ ഒഴിവിടുന്ന ഓരോ മന്ത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഭയന്നുകൊണ്ടാണ് നിൽക്കുന്നത്. അയാൾ ഓം കാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. മേഘ അകത്ത് വന്ന സമയത്ത് അയാൾ പൂജയ്ക്കിടയിൽ കണ്ണുകൾ തുറക്കാതെ തന്നെ പറയാണ്, ഇരിക്കേ. എന്നിട്ട് മേഘ അവിടെ ഇരുന്നപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, പറഞ്ഞ തുക കൊണ്ടുവന്നിട്ടുണ്ടോ? ആ, കൊണ്ടുവന്നിട്ടുണ്ട് സ്വാമി. എങ്കിൽ അത് ആ ഒരു തട്ടിൽ വെക്കെന്ന് പറഞ്ഞിട്ട് ആ ഒരു തട്ട് കാണിച്ചു കൊടുക്കുകയാണ്.
മേഘ പേടിയോടുകൂടിയാണ് ആ ഒരു പണം എടുത്തിട്ട് കണ്ണിലൊക്കെ വെച്ചിട്ടാണ് ഒരു താഴത്തിൽ വെക്കുന്നത്. അപ്പം അതിൽ കുറേ മന്ത്രിച്ച ചരടുകളൊക്കെ ഉണ്ടായിരുന്നു. മേഘ ഭയന്നിട്ടാണ് അദ്ദേഹത്തെ നോക്കുന്നത്. അദ്ദേഹം കണ്ണു തുറന്ന് മേഘയെ നോക്കിയപ്പോഴത്തേക്കും അവൾ വല്ലാതെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും താഴെ നിന്നൊരു ചരടെടുത്തിട്ട് അതിലൊരു തകിട്, ഒരു ഏലസ് പോലൊരു സാധനം ഒരു കവറിലാക്കിയിട്ട് വെക്കുകയാണ്. എന്നിട്ട് അയാൾ വീണ്ടും അത് കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മേഘയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇന്നാ നീ ചോദിച്ച തകിട്, ഇന്നാ സൂക്ഷിച്ചു വെക്കണം. നീ ആരെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നോ അവർ നടക്കുന്ന വഴിയിൽ ഇത് മണ്ണ് കുഴിച്ചിട്ട് അതിനടിയിലാക്കി വെക്കുക. നിന്റെ കാല് ഈ ഒരു തകിടിൻ്റെ മുകളിലായിട്ട് തട്ടുന്ന സമയത്ത് ഇതിനകത്ത് നിൽക്കുന്ന മോശമായ ശക്തി ആ ഒരു ദേഹത്തേക്ക് കയറും. അതിനുശേഷം ആ ഒരു കെട്ട ശക്തി, മോശശക്തി അവരെ രണ്ടുപേരെയും ഒന്നു ചേരാൻ സമ്മതിക്കാതെ തമ്മിൽ വേർപിരിക്കും. അതൊക്കെ കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുവാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.